സംസ്ഥാനത്ത് വേനൽ മഴയിൽ വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്ത് ശക്തമായ കടൽക്ഷോഭമുണ്ടായി. പൊഴിയൂർ തീരദേശ മേഖലയിലും കടലാക്രമണം രൂക്ഷമാണ്. പൊഴിയൂർ നിരോടി തീരദേശ റോഡ് തകർന്നു. കൊല്ലം കരുനാഗപ്പള്ളി വള്ളിക്കാവിൽ മരം കടപുഴകി വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടു. ശക്തമായ വേലിയേറ്റത്തിൽ തൃശൂർ ചാവക്കാട് റോഡുകളിലേക്ക് വെള്ളം കയറി. കോതമംഗലം മേഖലയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി. കനത്ത മഴയിൽ മലപ്പുറം പാണ്ടിക്കാട് GMLP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശൂരിൽ നിന്നും ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരനിലേക്ക് പോകാം. ആദ്യം ശ്രീജിത്ത്, വ്യാപക നാശനഷ്ടം പല മേഖലകളിലും ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അസിത, എന്തായാലും വീടുകളിലേക്ക് ചാവക്കാട് മേഖലയിൽ വെള്ളം കയറിയിട്ടില്ല. അവർ എല്ലാ മേഖലയിലും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ ശക്തമായ വേലിയേറ്റമായ മേഖലയിൽ നടക്കുന്നുണ്ട്. റോഡുകളിലേക്ക് വെള്ളം കയറി എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകാനുള്ളത്. എന്തായാലും കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതി അടക്കം ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇവിടെ സ്കൂബ ടീം അടക്കമുള്ള ആളുകളെല്ലാം സജ്ജീകരിച്ച് ആ മേഖലയിൽ ഇപ്പോൾ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ചാവക്കാട് മേഖലയിൽ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള വേലിയേറ്റം ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ റോഡുകളിലേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്. ആ മേഖലയിലെ ബീച്ചുകളിലെ കടൽ പൂർണ്ണമായി കയറി. ഏതാണ്ട് 200 മീറ്ററോളം മേഖലകളിലേക്ക് കടൽ കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ശക്തമായ തിരമാലയാണ് ഈ മേഖലയിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ആൻമരിയ സണ്ണി കൂടി ചേരുകയാണ്. ആൻമരിയ, പലയിടത്തും വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട്. മരങ്ങൾ കടപുഴകി വീഴുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് കൊച്ചിയിൽ നിന്നും നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പൊതുസ്ഥിതി എന്താണ്? അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് ഉച്ചയ്ക്ക് ശേഷം എറണാകുളം ജില്ലയിലെ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ തീരപ്രദേശങ്ങളിലടക്കം ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഒരു സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ടെങ്കിൽ പോലും ഈ നാശനഷ്ടങ്ങൾ അത് വലുതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഈ കാറ്റിലും മഴയിലും ഉണ്ടായിരിക്കുന്നത്. ഈ മഴയോടൊപ്പം വരുന്ന അതിശക്തമായിട്ടുള്ള കാറ്റാണ് ഒരു ഭീകരാന്തരീക്ഷം തന്നെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് തീരപ്രദേശത്ത് നിന്നുമാണ് വരുന്നത്. ചെല്ലാനത്താണ്. ചെല്ലാനത്ത് ഈ കാറ്റിലും മഴയിലും വീടുകൾ തകർന്നിട്ടുണ്ട്. 2 പേരുടെ വീടുകളാണ് തകർന്നിരിക്കുന്നത്. അത് ഈ ചെല്ലാനത്ത് കടൽഭിത്തിയുടെ നിർമ്മാണമില്ലാത്ത ആ പ്രദേശങ്ങളിലേക്കാണ് അതിശക്തമായിട്ടുള്ള ഈ കടലാക്രമണം അതോടൊപ്പം തന്നെ ഈ കാറ്റിന്റെ വേഗതയും എത്തുന്നത്. ആ പ്രദേശങ്ങളിലുള്ള തറയപ്പറമ്പിൽ ജോൺസൺ അതോടൊപ്പം തന്നെ അർണോസ് ചൗരി എന്നിവരുടെയാണ് വീടിന്റെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ പുതുതായി നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലകളിൽ കോതമംഗലം മൂവാറ്റുപുഴയുള്ള മേഖലകളിലുമെല്ലാം ശക്തമായിട്ടുള്ള കാറ്റും മഴയും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്നു. നിലവിൽ എന്തായാലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.